ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന അധ്യായത്തിലെ 7ാമത്തെ ഭാഗമാണ്. അതായത് സെഗ്മെൻറ്റ്സ് ഓഫ് എ സർക്കിൾ അഥവാ വൃത്തഖണ്ഡങ്ങളാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. അതിനുശേഷം പേജ് നമ്പർ 51 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. അപ്പോൾ ഇവിടെ ഞാനൊരു സർക്കിൾ വരച്ചിട്ടുണ്ട്. അതിലെ 2 പോയിൻറ്റ്സ് ആണ് എയും ബിയും. ഈ എയും ബിയും കൂടെ കൂട്ടി വരച്ചിരിക്കുന്ന കോഡാണ് എ ബി അഥവാ ഞാൻ. അപ്പോൾ ഈ കോഡ് വരച്ചതിന് ശേഷം ഈ സർക്കിൾ 2 പീസായി മാറി അല്ലേ. അതിലെ ഓരോ പീസുമാണ് സെഗ്മെൻറ്റ്സ് ഓഫ് എ സർക്കിൾ. ഈ ഞാൻ വരച്ചപ്പോൾ എ ബി എന്ന ഞാൻ വരച്ചപ്പോൾ ഈ വൃത്തത്തിനെ 2ആയിട്ട് മുറിച്ചു. അതിലെ ഓരോ ഭാഗങ്ങളുമാണ് വൃത്തഖണ്ഡങ്ങൾ. അപ്പോൾ ഈ ചെറിയ സെഗ്മെൻറ്റ് ഓഫ് എ സർക്കിളിൻ്റെ ഓൾട്ടർനേറ്റ് സെഗ്മെൻ്റ് ആണ് വലുത്. അതുപോലെ തിരിച്ചും നമുക്ക് പറയാം, വലിയ സെഗ്മെൻറ്റിൻ്റെ ഓൾട്ടർനേറ്റ് സെഗ്മെൻ്റ് ആണ് ചെറിയ സെഗ്മെൻറ്റ്. ഈ വലിയ വൃത്തഖണ്ഡത്തിൻ്റെ മറുഖണ്ഡമാണ് ഈ വലിയ ഭാഗം. അതേപോലെ തിരിച്ചും പറയാം, വലിയ വൃത്തഖണ്ഡത്തിൻ്റെ മറുഖണ്ഡമാണ് ഈ ചെറുത്. അപ്പോൾ ഈ വലിയ വൃത്തഖണ്ഡത്തിൽ ഒരു കോൺ ഞാൻ വരച്ചിട്ടുണ്ട്. ഈ ബിഗർ സെഗ്മെൻറ്റിൽ ഒരു ആംഗിൾ ഞാൻ വരച്ചിട്ടാണ്. അതിൻ്റെ മെഷർ സപ്പോസ് 70 ഡിഗ്രിയാണെന്ന് വിചാരിക്കുക. ഞാൻ ഒരു എക്സാമ്പിൾ എടുത്ത് പറയുകയാണ്. അപ്പോൾ സെൻറ്ററിലേക്ക് വരുന്ന ആംഗിളിൻ്റെ അളവ് എത്രയാണെന്ന് നമുക്കറിയാം. സെൻറ്ററിനെ O എന്ന് ഞാൻ മാർക്ക് ചെയ്തു. നമുക്കറിയാവുന്ന എന്താണ്, ഈ വൃത്തത്തിൽ അഥവാ സർക്കിളിലുള്ള ആംഗിളിൻ്റെ ഇരട്ടിയാണ്, 2 ടൈംസ് ആണ് സെൻറ്ററിൽ വരുമ്പോൾ. അപ്പോൾ ഇത് 140 ആണെന്ന് നമുക്കറിയാം. 70യുടെ ഇരട്ടി 140. അപ്പോൾ ഞാനിവിടെ ഒരു ബ്ലൂ കളറിൽ ഒരു ആംഗിൾ വരച്ചിട്ടുണ്ട്. അതിൻ്റെ മെഷർ നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാവുന്നത്, ഈ സെൻറ്റർ ഓയിൽ നമുക്ക് ഈ ബാക്കിയുള്ള ആംഗിൾ എത്രയാണെന്ന് നോക്കാം. ഇത്രയും ടോട്ടൽ നമുക്കറിയാം 360 ആണ്, 360 ആണ്. അതിൽ 140 ഈ താഴത്താണെങ്കിൽ മുകളിലത്തെ എത്ര വരും, 220 വരും ആണല്ലോ. ടോട്ടൽ 360 ആണ്. അപ്പോൾ ഈ മുകളിലത്തെ ആംഗിൾ 220 ആണെങ്കിൽ അതിൻ്റെ നേർപകുതിയല്ല ഈ ആംഗിൾ. നേർപകുതി എന്ന് പറയുമ്പോൾ 110 ഡിഗ്രി വന്നു. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന, അതായത് ഈ വലിയ സെഗ്മെൻറ്റിലെ ആംഗിളാണ് 70 ഡിഗ്രി, ഈ ചെറിയ സെഗ്മെൻറ്റിലെ ആംഗിളാണ് 110 ഡിഗ്രി. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടിയില്ലേ, 180 കിട്ടി. ഇനി തിരിച്ചു പറഞ്ഞാൽ ഈ ചെറിയ സെഗ്മെൻറ്റിലെ ആംഗിളാണ് 110. അങ്ങനെയാണെങ്കിൽ വലിയ സെഗ്മെൻറ്റ് ആംഗിളും കൂടെ കൂട്ടിക്കഴിയുമ്പോൾ 180 കിട്ടും. അതായത് ഈ 2 വൃത്തഖണ്ഡം, ഒരു വൃത്തഖണ്ഡത്തിൻ്റെ മറുഖണ്ഡമാണ് ഇത്. അത് രണ്ടിലെയും കോണുകളുടെ അളവുകളുടെ തുക 180 ഡിഗ്രിയാണ് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ഇത് ആർക്ക് വെച്ചിട്ട് പഠിച്ചു. ആർക്ക് അഥവാ ചാപം വെച്ചിട്ട് പഠിച്ചതാണ്. 70 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ ഇരട്ടി 140 ആണെന്നും, അതേപോലെ 220 ഇവിടെ മുകളിൽ ബാക്കി വരും, അതിൻ്റെ പകുതിയാണ് 110 എന്നുള്ളത് നമ്മൾ ആർക്ക് വെച്ച് പഠിച്ചു. ആ റൂള് നമുക്ക് സെഗ്മെൻറ്റ് വെച്ചും പറയാം. ക്ലിയറായോ? ചാപം വെച്ച് പറഞ്ഞ അതേ റൂള് തന്നെയാണ് വൃത്തഖണ്ഡം വെച്ചും പറഞ്ഞത്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് പേജ് നമ്പർ 51 ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ചുവടെയുള്ള 3 ചിത്രങ്ങളിലും O വൃത്തകേന്ദ്രവും ABC വൃത്തത്തിലെ ബിന്ദുക്കളുമാണ്. ഓരോന്നിലും ABC, OBC എന്നീ ത്രികോണങ്ങളിലെ കോണുകൾ എല്ലാം കണക്കാക്കുക. അതായത് ഇൻ ഓൾ ദീസ് 3 pictures below, O is the center of the circle and A, B, C are the points on the circle. In each, calculate all the angles of triangles ABC and OBC. അതിലെ ഒന്നാമത്തെ ഫിഗറാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. ഇച്ചിരി വലുതാക്കി വരച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇവിടെ നമുക്ക് വൃത്തത്തിലെ 3 ബിന്ദുക്കളാണ് എയും ബിയും സിയും. സർക്കിളിലെ 3 പോയിൻറ്റ്സ് ആണ് എ, ബി ആൻഡ് സി. സെൻറ്റർ O എന്ന് അറിയാമല്ലോ. ഇവിടെ 2 ആംഗിൾസ് തന്നിട്ടുണ്ട്. ഇവിടെ 20 ഡിഗ്രിയും ഇവിടെ 30 ഡിഗ്രി. ഞാനിവിടെ ചുവന്ന കളറിൽ വരച്ചിരിക്കുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട്, OBC അല്ലേ. 2 സൈഡ് റെഡ് കളറിലാണ് വരച്ചിരിക്കുന്നത്. ആ ട്രയാങ്കിളിലെയും പുറത്തെ ABC എന്ന് പറയുന്ന ട്രയാങ്കിളിലെയും എല്ലാ ആംഗിൾസിൻ്റെയും മെഷറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
ത്രികോണം എ ബി സിയുടെയും ആംഗിളുകളുടെ മെഷർ കണ്ടുപിടിക്കണം. ത്രികോണം ഒ ബി സിയിലെ ആംഗിളുകളുടെ കോണുകളുടെ അളവുകളും കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ റെഡ് കളറിൽ വരച്ചിരിക്കുന്നത് രണ്ടും റേഡിയസ് ആണ് അല്ലേ, സെൻറ്ററിൽ നിന്ന് സർക്കിളിലേക്ക് വരച്ചിരിക്കുന്നതല്ലേ, അതായത് ആരങ്ങളാണ്. ആരങ്ങളുടെ നീളങ്ങൾ തുല്യമാണല്ലോ. ഇതിപ്പം സെൻറ്ററിൽ നിന്ന് ബിയിലോട്ടും വരച്ചിട്ടുണ്ട്, സെൻറ്ററിൽ നിന്ന് സിയിലോട്ടും വരച്ചിട്ടുണ്ട്. അതേപോലെ ഞാൻ സെൻറ്ററിൽ നിന്ന് എയിലോട്ടും കൂടെ വരയ്ക്കാൻ പോവാം. നമ്മളിവിടെ എക്സ്ട്രാ വരച്ചതായതുകൊണ്ടാണ് ഞാൻ ഡോട്ടഡ് ലൈൻ യൂസ് ചെയ്തത്. ഇവിടെ ഈ വരച്ചിരിക്കുന്ന ഒ എയും ഒ ബിയും ഒ സിയും ഒരേ നീളമാണ്, കാരണം അത് റേഡിയസ് ആണ് അഥവാ ആരമാണ്. ഇനി ഞാൻ ഈ ഒന്നാമത്തെ ട്രയാങ്കിൾ, ഈ ചെറിയ ട്രയാങ്കിൾ എടുക്കുകയാണ്. അതിനകത്ത് നമുക്കറിയാവുന്ന എന്താണിത്, ഈ കോണിൻ്റെ അളവ്, ഈ മുകളിലെ ഈ കോണിൻ്റെ അളവ് 20 ഡിഗ്രി ആണെങ്കിൽ ഈ കോണും 20 ഡിഗ്രി തന്നെയായിരിക്കും. കാരണം എന്താണ്, ഇത് രണ്ടും ആരങ്ങളാണ്. അതായത് ഈ ഒന്നാമത്തെ ത്രികോണം എന്ന് പറയുന്നത് സമപാർശ്വ ത്രികോണമാണ്. ഈ ഫസ്റ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്ന ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. കാരണം സെൻട്രലിൽ നിന്ന് ബിയിലോട്ടുള്ള ദൂരം തന്നെയാണ് സെൻട്രലിൽ നിന്ന് എയിലോട്ടുള്ള ദൂരം. രണ്ടും റേഡിയസ് ആണ്. അപ്പോൾ ഈ രണ്ട് ബേസ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് 20 ആണ് തന്നിട്ടുള്ളത്, ഇതും 20. അതേ റീസൺ തന്നെ നമുക്ക് ഈ ട്രയാങ്കിൾ എടുക്കാം. ഈ രണ്ടാമത്തെ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാലും ഈ ഒ മുതൽ സി വരെയുള്ള ലെങ്ത് തന്നെയാണ് ഒ മുതൽ എ വരെയുള്ള ലെങ്ത്തും. രണ്ടും റേഡിയസ് ആണ് അഥവാ ആരങ്ങളായതുകൊണ്ട് ഇത് 30 ഡിഗ്രി ആയതുകൊണ്ട് ഇതും എത്ര തന്നെയായിരിക്കും, 30 ഡിഗ്രി തന്നെയായിരിക്കും. അപ്പോൾ ഈ എ എന്ന കോണിൻ്റെ അളവ് മുഴുവനായിട്ടും 20 30 കൂടെ കൂട്ടുമ്പോൾ 50 കിട്ടിയില്ലേ. അപ്പോൾ ആംഗിൾ എ, അതായത് ട്രയാങ്കിൾ എ ബി സിക്കകത്താണ് ആംഗിൾ എ എന്ന് പറയുന്നത് 20 30 കൂടെ കൂട്ടി 50 ഡിഗ്രിന്ന് കിട്ടിയത്. നമുക്ക് ട്രയാങ്കിൾ എ ബി സിയിലെ ഓരോ കോണുകളായ ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും കണ്ടുപിടിക്കണം. അതുപോലെ ട്രയാങ്കിൾ ഒ ബി സിയിലെ ആംഗിൾ ഒയും ആംഗിൾ ബി എന്ന് ഉദ്ദേശിക്കുന്ന ഒ ബി സി ആണ്. ഒ ബി സി എന്ന് പറയുന്ന ആംഗിളും ആംഗിൾ ഒ സി ബിയും കണ്ടുപിടിക്കണം. ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ത്രികോണത്തിലെയും എല്ലാ കോണുകളുടെ അളവുകളാവും. ഇനി നമുക്ക് ഇവിടെ 50 ഡിഗ്രി കിട്ടിയപ്പോൾ ഈ സെൻറ്ററിലുള്ള ആംഗിളിൻ്റെ അളവ് എത്രയായിരിക്കും? ഇത് 50 ആണെങ്കിൽ സെൻറ്ററിൽ അഥവാ കേന്ദ്രത്തിൽ അതിൻ്റെ ഇരട്ടി 100 ഡിഗ്രിയാണ്. അപ്പോൾ ഈ താഴത്തെ ത്രികോണത്തിൽ ഈ ട്രയാങ്കിൾ ഒ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിൽ ഒ എന്ന് പറയുന്ന ആംഗിൾ 100 ഡിഗ്രിന്ന് കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് രണ്ട് മെഷേഴ്സ് കിട്ടി അല്ലേ. ഇനി നമുക്ക് മറ്റേതും കൂടെ കണ്ടുപിടിക്കാം. ഈ ട്രയാങ്കിൾ, അതായത് ഞാനിപ്പോൾ മൂന്നാമത് മാർക്ക് ചെയ്ത ട്രയാങ്കിൾ, ഈ 3 മാർക്ക് ചെയ്യുന്ന ട്രയാങ്കിളിൽ ത്രികോണത്തിൽ ഈ ഒ മുതൽ ബി വരെയുള്ള ദൂരം തന്നെയാണല്ലോ ഒ മുതൽ സി വരെയുള്ള ദൂരം. അപ്പോൾ ഇതും എന്ത് ട്രയാങ്കിൾ തന്നെയാണ്, ഐസോസിലസ് ട്രയാങ്കിളാണ് അഥവാ സമപാർശ്വ ത്രികോണമാണ്. അപ്പോൾ ഈ കോണിൻ്റെ അളവ് എത്രയാണോ നമുക്കറിയത്തില്ല, അത് തന്നെയായിരിക്കും ഈ കോണിൻ്റെ അളവും. രണ്ടും തുല്യമാണെന്ന് നമുക്കറിയാം അല്ലേ. ഒരു ത്രികോണത്തിൽ 3 കോണുകളുടെ അളവുകളുടെ തുക 180 ആണ്. ഒരു ട്രയാങ്കിളിൽ സം ഓഫ് ദി ആംഗിൾസ് 180 ആണ്. അപ്പോൾ ഇത് 100 പോയി, ബാക്കി എത്ര വരും? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പം 180ന്ന് 100 പോയി കഴിഞ്ഞാൽ 80 കിട്ടും. 180 ആണ് ആകെയുള്ള, അതിൽ നിന്ന് 100 പോയി കഴിയുമ്പോൾ 80 കിട്ടി. അത് ഇത് രണ്ടു പേർക്കും കൂടെ വീതിച്ചെടുക്കണം തുല്യമായിട്ട്. അപ്പോൾ ഓരോന്നും എത്ര വീതം വരും? 40 വെച്ച് വരും. അപ്പോൾ ഇവിടെ ഈ ആംഗിൾ എന്ന് പറയുന്ന ആംഗിൾ ഒ ബി സി അല്ലേ, ആ ഒ ബി സി എത്ര വന്നു? 40 ഡിഗ്രി എന്ന് വന്നു. അതുപോലെ ഒ സി ബിയും 40 ഡിഗ്രി എന്ന് വന്നു. മനസ്സിലായോ? ഇനി നമുക്ക് ഈ ഒ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിലെ എല്ലാ ആംഗിളുകളും നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ എത്ര വന്നു? ഇവിടെ ഞാനിപ്പോൾ പറഞ്ഞു 40 ഡിഗ്രി നമുക്ക് കിട്ടി. അപ്പോൾ ആംഗിൾ ബി എത്ര വന്നു? 40ഉം 20ഉം കൂടെ കൂട്ടുമ്പോൾ 60 ഡിഗ്രി വന്നു. ആംഗിൾ സി എന്ന് പറയുന്നത് ഇവിടെയും 40 ആണല്ലോ, 40ഉം 30ഉം കൂടെ കൂട്ടുമ്പോൾ 70 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ രണ്ട് ട്രയാങ്കിൾസിലെയും ആംഗിളുകളുടെ മെഷറുകൾ കിട്ടിയല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ ഫിഗർ എടുക്കാം. ഇവിടെ നേരത്തെ ഫിഗറിൽ നിന്ന് ചെറിയ വ്യത്യാസമുള്ളൂ. എന്താണ്? നേരത്തെ ഫിഗറിൽ മുകളിലായിരുന്നു അളവ് തന്നിരുന്നത്, ഇവിടെ താഴെയാണ് അളവ് തന്നിരിക്കുന്നത്. സെയിം പേരുകളൊക്കെ തന്നെയാണ് ഇവിടെയും. ട്രയാങ്കിൾ എ ബി സിയിലെ ആംഗിൾസിൻ്റെ മെഷേഴ്സും കണ്ടുപിടിക്കണം, ട്രയാങ്കിൾ ഒ ബി സിയിലെ ആംഗിൾസിൻ്റെ മെഷേഴ്സും കണ്ടുപിടിക്കണം.
ഇനി നമുക്കറിയാവുന്ന കാര്യം എന്താണ്, ഒ ബിയും ഒ സിയും റേഡിയസ് ആണ്. അപ്പോൾ ഇത് ഒരു ഐസോസിലസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണമാണ്. ഇതിനെ ഒന്നാമത്തേന്ന് എടുക്കാം. അപ്പോൾ ഇവിടെ 40 ആണെങ്കിൽ ഇവിടെയും 40 ആണല്ലോ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ട്രയാങ്കിൾ എ ബി സിയിലെ 3 ആംഗിൾസിൻ്റെ മെഷേഴ്സ് കണ്ടുപിടിക്കണം. ട്രയാങ്കിൾ ഒ ബി സിയിലെ 3 കോണുകളുടെയും അളവുകൾ കണ്ടുപിടിക്കണം. അപ്പോൾ ട്രയാങ്കിൾ എ ബി സിയിൽ ആംഗിൾ എ ഉണ്ട്, ആംഗിൾ ബി ഉണ്ട്, ആംഗിൾ സി ഉണ്ട്. ആംഗിൾ ബിയും ആംഗിൾ സിയും മുഴുവനേ ഉള്ളതാണ്. ഇനി ട്രയാങ്കിൾ ഒ ബി സിയിൽ ആംഗിൾ ഒ കാണണം, ആംഗിൾ ഒ ബി സിയും കാണണം. നമുക്ക് ഒരു കോണിൻ്റെ പേര് കൊടുക്കുമ്പോൾ 3 അക്ഷരം വെച്ചും കൊടുക്കാം, ഒരൊറ്റ അക്ഷരം വെച്ച് കൊടുക്കാം. 3 അക്ഷരം വെച്ച് കൊടുക്കുമ്പം നടുക്കത്തെ ആൽഫബറ്റാണ് ആ വെർട്ടെക്സിൽ വരേണ്ടത്. ആംഗിൾ ഒ സി ബി, ഇവിടെ നടുക്കത്തെ അക്ഷരം സി ആണ്, അതായത് ഈ കോണിൻ്റെ അളവ്, ഈ താഴത്തെ കോണിൻ്റെ അളവാണ് വേണ്ടത്. അപ്പോൾ ഇപ്പം നമുക്ക് കിട്ടിയത് ഈ ഒന്നാമത്തെ ത്രികോണത്തിൽ നമുക്ക് കിട്ടിയത് ഈ താഴത്തെ കോണിൻ്റെ അളവ് 40 ഡിഗ്രിയാണ് കിട്ടി. അതായത് ഒ സി ബി 40 കിട്ടി. ഒ ബി സി 40 തന്നിട്ടുമുണ്ട്. ഇനി ഈ ഒരു ഒറ്റ ത്രികോണത്തിൽ നമുക്ക് ഈ കോണിൻ്റെ അളവും കണ്ടുപിടിക്കാമല്ലോ. നമുക്കറിയാം 3 കോണുകളുടെ അളവുകളുടെ തുക 180. സം ഓഫ് ദി ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ 180 ആണ്. ഇവിടെ 40 + 40 80 വന്നു. 80യുടെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 180 കിട്ടുന്നത്? 100 ആഡ് ചെയ്യുമ്പോഴാണ് 180 കിട്ടുന്നത്. അപ്പോൾ ആംഗിളോ 100 ഡിഗ്രിന്ന് കിട്ടിയല്ലോ. നമുക്ക് ആ ട്രയാങ്കിൾ ഒ ബി സിയിലെ എല്ലാ കോണുകളുടെ അളവുകൾ കിട്ടി. ഇനി സെൻറ്ററിൽ 100 ആണെങ്കിൽ സർക്കിളിൽ എത്ര വരും? അതിൻ്റെ ഹാഫ്, നേർപകുതി 50 ഡിഗ്രിന്ന് വന്നു. അപ്പോൾ അത് ഏത് ആംഗിളാണ്? ആംഗിൾ എ 50 ഡിഗ്രിന്ന് കിട്ടിയല്ലോ. ഇനി നമുക്കറിയാവുന്നത് എന്താണ്, ഇവിടെ 30 ഡിഗ്രി ഉണ്ട് അല്ലേ. ഇനി നമുക്ക് ആ റേഡിയസ് കൂടി വരയ്ക്കാം. അതായത് ഒയും എയും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ, ഒയും എയും കൂടെ കൂട്ടി വരയ്ക്കുമ്പോൾ നമുക്കൊരു ആരം കിട്ടും അല്ലേ. ഇപ്പം വരച്ച ഡോട്ടഡ് ലൈൻ ഒ മുതൽ എ വരെയുള്ള നീളം തന്നെയാണ് ഒ മുതൽ സി വരെയും ഒ മുതൽ ബി വരെയും. അപ്പോൾ അതെല്ലാം ആരങ്ങളാണ്, റേഡിയസ് ആണ്. അപ്പോൾ ഈ രണ്ടാമത്തെ ട്രയാങ്കിൾ എടുക്കുന്നു, അതും ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ് അഥവാ സമപാർശ്വ ത്രികോണമാണ്. അപ്പോൾ ഇവിടെ 30 ആണെങ്കിൽ ഇതും എത്രയേ വരത്തുള്ളൂ? 30 വരത്തുള്ളൂ അല്ലേ. അപ്പോൾ ഇത്രയും ഭാഗം മാത്രം, ഇത് മാത്രമാണ് 30 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇതെത്ര വരും? അത് 20 ഡിഗ്രി വരും. കാരണം 30 20 കൂടെ ടോട്ടൽ 50 ഡിഗ്രിയാണ്. ഇവിടെ 20 ആണെങ്കിൽ ഈ കോണിൻ്റെ അളവ് എത്ര വരും? 20 ആയില്ലേ. കാരണം അതും ഒരു സമപാർശ്വ ത്രികോണമാണ്. കാരണം ഇവിടെ ടോട്ടൽ 50 കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഈ മൂന്നാമത്തെ ത്രികോണവും എന്താണ്? സമപാർശ്വ ത്രികോണമാണ്, അഥവാ ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഇവിടെ 20 ആണെങ്കിൽ ഇവിടെയും 20 ആയല്ലോ. അപ്പോൾ ആംഗിൾ ബി, ഇത് ടോട്ടൽ ആംഗിൾ ബി എത്ര വന്നു? 40ഉം 20ഉം 60 ഡിഗ്രി നമുക്ക് എഴുതാമല്ലോ. ഇവിടെ എത്ര വന്നു? ആംഗിൾ സി ടോട്ടൽ 40ഉം 30ഉം 70 ഡിഗ്രി. അപ്പോൾ 2 ട്രയാങ്കിൾസിൻ്റെയും 3 ആംഗിൾസ് വീതം നമുക്ക് കിട്ടിയല്ലോ. ഇനി നമുക്ക് മൂന്നാമത്തെ ഫിഗർ നോക്കാം. ഈ ഫിഗർ കുറച്ച് വ്യത്യസ്തമാണ് അല്ലേ, നേരത്തെ ഫിഗറിനേക്കാളും കുറച്ച് വ്യത്യസ്തമാണ്. പക്ഷേ സെയിം തന്നെയാണ്. കാരണം ഈ എ വന്നിരിക്കുന്ന ഇവിടെ താഴെയാണെന്നേ ഉള്ളൂ, നേരത്തെ എ വന്ന് മുകളിലായിരുന്നു. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഞാൻ ഇവിടെ റേഡിയസ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് കളർ കൊടുത്തത്. അപ്പോൾ നമുക്ക് ഒ എയും ഒ ബിയും ഒ സിയും, ഒയിൽ നിന്ന് എ വരെയുള്ള ദൂരവും ഒയിൽ നിന്ന് ബി വരെയുള്ള ദൂരവും ഒയിൽ നിന്ന് സി വരെയുള്ള ദൂരവും തുല്യമാണ്. അവ ആരങ്ങളാണ്, റേഡിയസ് ആണ് ഈ 3 എണ്ണവും. അപ്പോൾ അവയുടെ നീളങ്ങൾ തുല്യമാണെന്ന് നമുക്കറിയാം. ഇനി നമുക്ക് ആദ്യം ട്രയാങ്കിൾ ഒ എ ബി എടുക്കാം. ട്രയാങ്കിൾ ഒ എ ബി, നമുക്ക് ട്രയാങ്കിൾ എ ബി സിയിലെയും ഒ ബി സിയിലെ അളവുകളാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒ എ ബി എടുത്തു. അപ്പോൾ ഇത് ഒരു റേഡിയസ് ആണ്, ഒ എ, ഒ ബിയും റേഡിയസ് ആണ്. അപ്പോൾ ഇത് ബാക്കി 2 ആംഗിളുകൾ, ഇത് 40 ആണല്ലോ. അപ്പോൾ ഈ മുഴുവനായിട്ടുള്ള ആംഗിളിൻ്റെ അളവും ഇതും സെയിം ആയിരിക്കും. എത്ര വീതം വരും? 180യിൽ നിന്ന് 40 കുറയ്ക്കുമ്പോൾ, 180യിൽ നിന്ന് 40 പോകുമ്പോൾ എത്ര വന്നു? 140 വന്നു അല്ലേ. അപ്പോൾ അത് ഈ 2 ആംഗിളിനും കൂടെയാണ്. അപ്പോൾ 140 വരുവാണെങ്കിൽ ഇതെത്ര വരും? ഇത് 70 വരും. ഇത് മുഴുവനും കൂടെ 70 ഡിഗ്രി വരും. ഇനി നമുക്ക് അറിയാവുന്ന എന്താണ്? ഈ ട്രയാങ്കിൾ ഒ എ സിയിൽ, ട്രയാങ്കിൾ ഒ എ സിയിൽ അതേപോലെ തന്നെ ഒ എയും ഒ സിയും റേഡിയസ് ആണ്, ആരങ്ങളാണ്.
ഒരു ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഇവിടെ 70 വന്നു. അപ്പോൾ ബാക്കി എത്ര ഉണ്ട്? 180 മൈനസ് 70 എന്ന് പറയുന്ന 110 ഡിഗ്രിയാണ്. അതിൻ്റെ പകുതി എത്ര വന്നു? 55 വെച്ച് വന്നു അല്ലേ. 55 ഇവിടെയും വന്നു. ഇത് മുഴുവനും കൂടെ 55 ഡിഗ്രി വന്നു. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ ആംഗിൾ എ നമുക്ക് ട്രയാങ്കിൾ ഏതൊക്കെ കാണണം? ട്രയാങ്കിൾ എ ബി സിയിലെ ആംഗിൾസും കാണണം, ട്രയാങ്കിൾ ഒ ബി സിയിലെ ആംഗിൾസും കാണണം. ഇപ്പം നമുക്കിവിടെ കിട്ടിയ ട്രയാങ്കിൾ എ ബി സിയിലെ ആംഗിൾ എ നമുക്ക് കിട്ടി. കോൺ എയുടെ അളവ് 70, 55 കൂടെ കൂട്ടുക. 70, 55 കൂടെ എത്ര വരും? 125 ഡിഗ്രി എന്ന് വന്നു. അതേപോലെ ആംഗിൾ ഒ ബി സിയിലെ ആംഗിൾ ഒ നമുക്ക് തന്നിട്ടുണ്ട് 40 + 70 എത്ര വന്നു? 110 ഡിഗ്രി എന്നും വന്നു. ഇനി നമുക്ക് വേണ്ടത് ട്രയാങ്കിൾ എ ബി സിയിലെ, അതായത് ഈ താഴത്തെ എ ബി സി എന്ന ത്രികോണത്തിലെ എ കിട്ടി. ഇനി ബി കണ്ടുപിടിക്കാം. ആംഗിൾ ബി ആണ് അടുത്ത നമുക്ക് കാണേണ്ടത്. ആംഗിൾ ബി എന്ന് പറയുമ്പോൾ ഏതേ വരുന്നുള്ളൂ? ഈ താഴത്തത് മാത്രം. അതായത് ഞാൻ ഇത് മായ്ക്കുകയാണ്, ഇതങ്ങ് മായ്ച്ചു. ഈ താഴത്തെ മാത്രം മുഴുവനും കൂടെയാണ് 70 ഡിഗ്രി. നമുക്കറിയാവുന്ന ഒരു പോയിന്റ് എന്താണ്? ഇത് സർക്കിളല്ല ഈ പോയിന്റ് ബി കിടക്കുന്നത്, വൃത്തത്തില. അത് കേന്ദ്രത്തിലേക്ക് പോകുമ്പം എത്ര വരണം? അതിൻ്റെ ഇരട്ടി വരണം. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ നമുക്ക് അറിയത്തില്ല, പക്ഷേ ഇരട്ടി നമുക്കറിയാം. അതായത് ഈ ബി എന്ന് പറയുന്നത് എവിടെ നിന്നൊക്കെയാണ് വരുന്നത്? എയിൽ നിന്നും സിയിൽ നിന്നുമാണ് ഈ ബിയിലോട്ട് പോകുന്നത്. അതേ എയിൽ നിന്നും സിയിൽ നിന്നും സർക്കിളിലേക്ക് വരുമ്പോൾ, സെൻറ്ററിലേക്ക് വരുമ്പോൾ എത്ര വന്ന് തന്നിട്ടുണ്ട്? 70 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അതിൻ്റെ നേർ പകുതിയല്ലേ ഇവിടെ വരേണ്ടത്. അപ്പോൾ 70ൻ്റെ പകുതിയായിരിക്കും, 70യുടെ പകുതിയായിരിക്കും. അതായത് 35 ഡിഗ്രിയാണ് ആംഗിൾ ബി. ക്ലിയർ ആയോ? ഇത് ടോട്ടലാണ് 70 ഡിഗ്രി തന്നത്, പക്ഷേ ഈ താഴത്തെ മാത്രം വന്നപ്പോൾ 35 ഡിഗ്രിയായി. അതേപോലെ തന്നെ നമുക്ക് ഇവിടത്തെയും കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ആ മായ്ച്ച വര ഒന്നും കൂടെ വരയ്ക്കാം. ഇനി ഞാൻ ഇതിനെ മായ്ക്കുകയാണ്, ഇതിന്. കാരണം എന്താണ്? നമുക്ക് വേണ്ടത് ഈ താഴത്തെ സി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ സി ആണല്ലോ. ഈ ട്രയാങ്കിൾ എ ബി സി എന്നുള്ള ഈ ത്രികോണത്തിൽ കോൺ സിയുടെ അളവ് കണ്ടുപിടിക്കണം. ആ കോൺ സി എങ്ങനെയാണ് വന്നിരിക്കുന്നത്? എയിൽ നിന്നും ബിയിൽ നിന്നുമാണ് സിയിലോട്ട് വന്നിരിക്കുന്നത്. അതേ എയിൽ നിന്നും ബിയിൽ നിന്നും കേന്ദ്രത്തിലോട്ട്, സെൻട്രലിലോട്ട് വന്നിരിക്കുന്നത് എത്രയാണ്? 40 ഡിഗ്രിയാണ്. അപ്പോൾ ആ 40യുടെ പകുതി ആയിരിക്കുകയല്ല ഇവിടെ വരുന്ന. 40യുടെ പകുതി എത്ര വന്നു? 20 ഡിഗ്രി എന്ന് വന്നു. അപ്പോൾ ആംഗിൾ സി എന്ന് പറയുന്ന 40യുടെ പകുതി, അതായത് 20 ഡിഗ്രി. അപ്പോൾ ഈ ട്രയാങ്കിൾ എ ബി സിയിലെ 3 കോണുകളുടെ അളവുകൾ കണ്ടുപിടിച്ചു. ഇനി ട്രയാങ്കിൾ ഒ ബി സിയിലെ കോണുകളുടെ അളവ് വേണം. ട്രയാങ്കിൾ ഒ ബി സിയിലെ ഒ നമുക്ക് കിട്ടി. ഇനി ആംഗിൾ ഒ ബി സിയും വേണം, ആംഗിൾ ഒ സി ബിയും വേണം. നോക്കിക്കേ, നമ്മുടെ കയ്യിൽ ടോട്ടൽ എത്ര ഇവിടെ ഉണ്ടായിരുന്നു? 70 ഉണ്ടായിരുന്നു. ഇത് മുഴുവനും കൂടെ 70 ഉണ്ടായിരുന്നു. അതിൽ താഴത്തത് 35 ആണെങ്കിൽ മുകളിലെത്തതും എത്ര തന്നെയാണ്? 35 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ ഒ ബി സി എന്നുള്ള ഈ മുകളിലത്തെ കോണിൻ്റെ അളവ് 35 ഡിഗ്രി എന്ന് കിട്ടി. ഇനി ഒ സി ബി കാണേണ്ട. ഒ സി ബി ടോട്ടൽ എത്രയായിരുന്നു നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്? 55 ആയിരുന്നു ടോട്ടൽ ഉണ്ടായിരുന്നത്. ടോട്ടൽ നമ്മൾ എഴുതിയിരുന്നത് 55 എന്നായിരുന്നു. ആ 55ൽ താഴത്തത് 20 ആണ് നമുക്ക് കിട്ടി. അപ്പോൾ മുകളിലത്ര എത്ര വന്നു? 55ൽ നിന്ന് 20 കുറയ്ക്കുക, 20 കുറയ്ക്കുക. അപ്പോൾ എത്ര വന്നു? 35 ഡിഗ്രി എന്ന് വന്നില്ലേ. അപ്പോൾ 3 കോണിൻ്റെ അളവും കിട്ടിയില്ലേ. ശരിക്കും എഴുതി പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. ഇതേപോലത്തെ ഇതേ ഫിഗർ അല്ലാത്ത വേറെ ഫിഗർ നമുക്ക് ചോദിക്കും, എക്സാമിന് നിർബന്ധമായിട്ട് ചോദിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും പഠിക്കുക.